അവിടെ വീട്ടിൽ ആൾക്കാർ വരുന്നത് പോലും അത്ര ഇഷ്ടമല്ല. കാരണം കൊച്ചിന് അസുഖം വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് പേടികളിലൂടെയാണ്. അവൾക്ക് ഭയങ്കര ഒബ്സഷനായിരുന്നു കൊച്ച്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു എൻ്റെയും, അതായത് ആ സമയത്ത് ഇവർ രണ്ടുപേരുടെയും ഫോക്കസിൽ അങ്ങനെയായിരുന്നു. കാരണം നമ്മളന്ന് താമസിക്കുമ്പോൾ അന്ന് ഈ കോമഡിൽസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ ആ ടൈമിൽ ഇപ്പം നിങ്ങൾ പേരൻറ്റിങ് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് ലക്ഷ്മിയെ മാനേജ് ചെയ്യണം, തൻവിയുടെ കാര്യം അവൾ മാനേജ് ചെയ്യുന്നു, അവളും തൻവിയുടെ കാര്യം ഗംഭീരമായിട്ട് മാനേജ് ചെയ്യുന്നു. പക്ഷെ അവളെ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ട്. ലക്ഷ്മി ചേച്ചി ഇല്ലാതെ ഈ ഒരു കാര്യം ലൈഫിൽ നടക്കില്ല. തൻവിയുടെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. തൻവിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ പറഞ്ഞ പോലെയാണ്, കൂടെ തമാശയ്ക്ക് വേണ്ടി വെട്ടുന്ന അച്ഛനാണ്. കാരണം വെച്ചാൽ ഫുൾ കോമഡിയും കളിച്ച് തമാശയും കളിച്ച് അവളുടെ ഏറ്റവും മറ്റേ എന്ത് ആവശ്യം വന്നാലും അച്ഛാ എന്ന് പറഞ്ഞിട്ട് പറയാനുള്ള ഒരാളാണ്. ആൾക്ക് ഏത് മേഖലയാണ് താല്പര്യം? സൈക്കോളജിയാണ് അവളിപ്പോ എടുത്തേക്കുന്നത് മെയിൻ. അത് വീട്ടിൽ രണ്ടുപേരുണ്ടല്ലോ ചികിത്സിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിയാണ് ഇപ്പൊ മെയിൻ എടുത്തേക്കുന്നത്. പക്ഷേ ഐ തിങ്ക് ഞാൻ ഇൻസ്റ്റിൽ ചെയ്തതൊന്നുമല്ല, അല്ലാതെ തന്നെ ഷീ റീഡ്സ് വെരി വെൽ. അടുത്തൊരു വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ, നേരത്തെ ഐ എം മെന്റൽ എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ഇപ്പം മെന്റൽ ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. ദ റിയൽ ഇഷ്യൂ ചില സമയത്ത് അറിയാതെ പോകും. യഥാർത്ഥ ഡിപ്രഷൻ അറിഞ്ഞ ആൾക്കാർക്ക് അത് വെറും സങ്കടമായിരിക്കും. യു റിയലി ഡോണ്ട് നോ ഇഫ് യു ആർ റിയലി ഡിപ്രസ്ഡ്. ലക്ഷ്മി അത് ഓപ്പണായിട്ട് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് മുന്നോട്ട് വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ആ സറൗണ്ടിങ്ങിൽ തന്നെയാണെങ്കിൽ മിക്കവാറും ഇത് കൂടുതലായിട്ട് കൂടുകയുള്ളൂ. ആൻഡ് ദേ വുഡന്റ് വാണ്ട് ടു മൂവ്. ഇപ്പൊ ഓൾറെഡി 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് ഈ അഭിനയം എന്ന് പറയുന്നത് തലക്കുടിച്ചിരുന്ന ഒരാളാണ്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ പറയണ അഭിനയം തന്നെയാണ് ഇപ്പോഴും. എനിക്ക് അറിഞ്ഞൂടാ, ഒരു പക്ഷേ സിനിമ എന്ന് പറയുന്നതിന്റെ അത്രയും വലിയൊരു മേഖല ഇല്ലാതെ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ അതൊരു ലാലേട്ടൻ പറയുന്ന പോലെ അതൊരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി അല്ലേ. സത്യം പറഞ്ഞത് നമുക്ക് ഈ ടാലന്റ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒരു ടൈമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതുവരെ നമ്മളിപ്പം ജോജു ആണ് ഇപ്പം പറഞ്ഞ എക്സാമ്പിളാണ് പല ഇപ്പം സിനിമയിൽ പറ്റുന്ന ആഗ്രഹിക്കുന്ന പലരും ചോദിച്ചാൽ പറയണം. കാരണം അല്ല, അതൊരു ഭയങ്കര വലിയ കേസ് ഇൻ പോയിന്റ് എക്സാമ്പിൾ ആണ്. കാരണം ഒരാൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സമയം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു പ്രായത്തിൽ നമുക്ക് എല്ലാത്തിനോടും പുച്ഛം വരും. അപ്പോൾ ആ പുച്ഛത്തിൽ നമ്മൾ മാറിക്കഴിയുമ്പോൾ ആ പുച്ഛിക്കേണ്ടതല്ല, ഇതൊരു ഈസി ജോബ് അല്ലെന്ന് മനസ്സിലാക്കി കഴിയും. പിന്നെ യു വോണ്ട് ടു ട്രൈ ദാറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന്, എൻ്റെ ഇതിന് 1000 വ്യൂസ് കിട്ടി. അമേസിംഗ് അല്ലേ പോലെ. കാരണം നമ്മൾ ഇന്നലെ പോയിരുന്ന തിയേറ്ററിലെല്ലാം കൂടി 120 ആൾക്കാരുണ്ടായിരുന്നു. അതായത് 10 തിയേറ്റർ അമൗണ്ട് സാധനം കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എവിടെ റീച്ച്, എന്തിന് നമുക്ക് 1 മില്യന്റെ കണക്ക് എന്തിന്? ബേസിക്കലി ബാക്കിയുള്ളവർക്ക് ഒരുപാട് ദ്രോഹം ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതായത് ലെറ്റ് ദം ബി. പറ്റുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഈ പറയുന്ന ട്രൂത്ത്സും പോളിസീസും എല്ലാം ബാക്കിയുള്ളവർക്ക് ആപ്ലിക്കബിൾ ആവണമെന്ന് ചിന്തിക്കരുത് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട്ടിൽ അത്രയേ ഉള്ളൂ. അതായത് ബി ഹാപ്പി, ബാക്കിയുള്ളവർ ഹാപ്പി ആയിട്ട് പോവുക. അത് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ സാക്രിഫൈസ് എന്ന് പറഞ്ഞ പോലെ കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ബട്ട് യുവർ പ്രയോറിറ്റീസ് ദാറ്റ് എങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ലക്ഷ്മി ചേച്ചി ഇല്ലാതെ ഈ ഒരു കാര്യം ലൈഫിൽ നടക്കില്ല എന്ന് തോന്നുകയാണ്. ഏതാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഈ ലക്ഷ്മി യൂട്യൂബ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ I was not even aware of YouTube. ഞാൻ ഇൻ ദ സെൻസ് ഐ നോ വാട്ട് ഇസ് യൂട്യൂബ്. ഞാൻ എൻ്റെ റേഡിയോയ്ക്ക് വേണ്ടി യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് നിന്നൊരു സാധനം ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ അവർക്ക് വേണ്ട ക്യാമറ വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ട അന്ന് ഇപ്പം ഉള്ളതുപോലെ നമുക്കൊരു മൊബൈൽ എഡിറ്റിംഗ് ഇല്ല. ഷീ ഹാഡ് ടു ലേൺ പ്രീമിയർ വച്ചിട്ടാണ് അവൾ എഡിറ്റ് ചെയ്തത്. റോട്ടൺ കോക്കനട്ട് അവാർഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അന്ന് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമായിരുന്നു. വി നെവർ ഹാഡ് എൻ എഡിറ്റർ. നമുക്കന്നൊരു എഡിറ്റർ പ്രിവിലേജ് ഒന്നും ഇല്ല. നമ്മളന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്യണ സമയത്ത് അന്ന് ആഫ്റ്റർ എഫക്ട്സിലും ഒക്കെ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് എന്ത് എളുപ്പമാണ്, നമുക്കിന്ന് ഫോണിൽ ഓൺ ദ ഗോ. ഇപ്പൊ ആൾക്കാർ പറയുന്നത് നീ ഡ്രൈവ് ചെയ്തുകൊണ്ടല്ലേ എഡിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സാഹചര്യത്തിലോട്ട് എത്തിയ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അന്ന് ചെയ്യുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ അപ്പം അതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു എനിക്കും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഒരിക്കലും എൻ്റെ ഒരു ഏറ്റവും പ്രോമിനന്റ് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യില്ലായിരുന്നു. അവിടെ ബീൻ മോർ. ഞാൻ ഇപ്പോഴും എനിക്കൊരു യൂട്യൂബ് ചാനലില്ല. ഇപ്പോഴും ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ അത്രയും കണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായൊരു, ഞാൻ എന്താ പറഞ്ഞത്, ഇഫ് യു ലുക്ക് അറ്റ് ഓൾ മൈ പോസ്റ്റിങ്സ് മിക്കവാറും എൻ്റെ ഷോയിൻ്റെ പോസ്റ്റിംഗ് ആയിരിക്കും. ബാക്കിയെല്ലാം ലക്ഷ്മി ഇട്ടിട്ട് ഞാൻ കൊളാബ് ചെയ്യുന്ന പോസ്റ്റ് ആയിരിക്കും മിക്കവാറും കൂടുതലുണ്ടാവുക. അൺലെസ് ഇപ്പം ഏതെങ്കിലും ആഡ് കൊളാബ്സോ അല്ലെങ്കിൽ എങ്ങനെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും എൻ്റെ പോസ്റ്റിംഗ് ഉണ്ട്. ബാക്കിയെല്ലാം ഇതാണ്. ഞാൻ ഭയങ്കരമായ സോഷ്യൽ മീഡിയ ഒക്കെ മനസ്സിലാക്കുന്നത്
പുള്ളിക്കാരിയുടെ നിന്നാണ്. പിന്നെ ലക്ഷ്മി ഇല്ലായിരുന്നെങ്കിൽ ലൈഫിലുണ്ടാകുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് തൻവിയുടെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. ശരിക്കും ചിഞ്ചു തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാൻ തൻവിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ പറഞ്ഞ പോലെയാണ് കൂടെ തമാശയ്ക്ക് വേണ്ടി വെട്ടുന്ന അച്ഛനാണ്. കാരണം വെച്ചാൽ ഫുൾ കോമഡിയും കളിച്ച് തമാശയും കളിച്ച് അവളുടെ ഏറ്റവും മറ്റേ എന്ത് ആവശ്യം വന്നാലും അച്ഛാ എന്ന് പറഞ്ഞിട്ട് പറയാനുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവളുടെ ഓരോ ഈ പറയുന്ന പല കാര്യങ്ങളിലും അവളുടെ ഇഷ്യൂസിലാണെങ്കിലും കൂടുതലായിട്ടും ഉള്ളത് ഇതാണ്. ഞാൻ മറ്റേ ഫൺ അച്ഛനാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായി അപ്പോൾ ബേസിക്കലി അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നം വന്നാലല്ലാണ്ട് എൻ്റെ അടുത്ത് തൻവി അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. നമ്മൾ കുറച്ചുകൂടി നമ്മൾ തമാശ കളിക്കാൻ നമുക്ക് യാത്ര പോകുമ്പോൾ ഇത് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. ബട്ട് അവളുടെ ഹോൾ സപ്പോർട്ട് സിസ്റ്റം ലക്ഷ്മിയാണ്. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇപ്പം പാരന്റിങ്ങിനെ കുറിച്ച് എല്ലാവരും പറയുന്ന സമയത്ത് ഇപ്പം കുറച്ചും കൂടി ആളുകളെ തിരിച്ചറിയുന്നവരുടെ പാരന്റിങ് കാണുന്ന ഇങ്ങനെയാണ് ശരിക്കും പാരന്റിങ് ചെയ്യേണ്ടത്. ഒരു റീൽ ആൻഡ് റീൽ കാരണം നമ്മളിപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുന്നത് കറക്റ്റ് ആയിരുന്നോ അല്ലേ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പണ്ടേ പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് മറ്റേ എപ്പോഴും പറയില്ല, 2 പിള്ളേരുണ്ടെങ്കിൽ ഫസ്റ്റ് കിഡ് എന്ന് പറഞ്ഞ ഒരു ഡ്രോയിങ് ബോർഡാണ്. നമ്മളെല്ലാ തെറ്റുകളും വരുത്തി രണ്ടാമത്തെ കൊച്ചിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത്തെ പിള്ളേർ അങ്ങനെ ഭയങ്കരമായിട്ട് അഹങ്കരിക്കണ്ട, അതോടുകൂടി നിർത്തിയെങ്കിൽ അത് മതിയായതുകൊണ്ടാണ്. കാരണം ഞാൻ ഫസ്റ്റ് കിഡാണ്, എന്റെ അനിയനാണല്ലോ സെക്കൻഡ് കിഡ്. അപ്പൊ അത് തുടങ്ങണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണ്ട. മൂന്നാമതൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴും രണ്ടാമത്തെ കുട്ടി ചിന്തിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും പോരാത്തതുകൊണ്ട്. ശരിക്കും പാരന്റിങ് എങ്ങനെയാ നിങ്ങൾ ശരിക്കും ഇപ്പൊ ഓരോ വർഷം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടി വളരുന്നതനുസരിച്ച് പഠിച്ചുകൊണ്ട് വരികയാണ് എങ്കിലും ഒരു അത് ഞാൻ പറഞ്ഞു പാരന്റിങ്ങിന് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പാരന്റിങ് അല്ല. ആദ്യ കാലഘട്ടത്തിൽ ഐ മീൻ ആഫ്റ്റർ തൻവി ജനിച്ചതിന് ശേഷം ചിഞ്ചു ഞാൻ പറഞ്ഞ പോസ്റ്റ്മോർട്ടം നമുക്ക് കുറച്ച് ഡിപ്രഷൻ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവൾക്ക് ഭയങ്കര ഒബ്സഷനായിരുന്നു കൊച്ച്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു എൻ്റെയും, അതായത് ആ സമയത്ത് അവർ രണ്ടുപേരുടെയും ഫോക്കസിൽ അങ്ങനെയായിരുന്നു. കാരണം നമ്മളന്ന് താമസിക്കുമ്പോൾ അന്ന് ഈ കോമഡിൽസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഷാർജയിൽ താമസിക്കുന്ന സമയമാണ്. അപ്പോൾ കൂടുതലായും അവിടെ വീട്ടിൽ ആൾക്കാർ വരുന്നത് പോലും അത്ര ഇഷ്ടമല്ല. കാരണം കൊച്ചിന് അസുഖം വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് പേടികളിലൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ടൈമിൽ ഇപ്പം നിങ്ങൾ പാരൻറ്റിങ് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സമയത്ത് ലക്ഷ്മിയെ മാനേജ് ചെയ്യണം, തൻവിയുടെ കാര്യം അവൾ മാനേജ് ചെയ്യുന്നു, അവളും തൻവിയുടെ കാര്യം ഗംഭീരമായിട്ട് മാനേജ് ചെയ്യുന്നു. അപ്പം പക്ഷെ അവളെ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാരന്റിങ് പഠിച്ചിട്ടാണോ ചെയ്തത്? അല്ല, അതാ ഓൺ ദ ഗോ ആണ്. പിന്നെ നമുക്ക് രണ്ടിടത്തും 2 അമ്മൂമ്മമാരുണ്ട്. അതായത് എൻ്റെ അമ്മയുണ്ട്, അതായത് തൻവിക്ക് അച്ഛമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്. 2 പേരും ഭയങ്കര നല്ല ഇതായിട്ട് രണ്ടുപേരും നന്നായിട്ട് പിള്ളേരെ വഷളാക്കുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് 2 പേരും അവരെ നല്ലതായിട്ട് വഷളാക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരാറില്ല. ഇപ്പോഴും വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലിസ്റ്റ് ഇടാറുണ്ടോ? ലിസ്റ്റോ ഇപ്പൊ പക്ഷെ കുറച്ചുകൂടി ഇതായി. കാരണം എന്ന് വെച്ചാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പൊ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഇപ്പൊ അത് നേരത്തെ എന്ന് വെച്ചാൽ ഇപ്പൊ പഠിക്കുന്നത് കേംബ്രിഡ്ജ് നാഷണൽ സ്കൂളിൽ. അപ്പൊ അവിടുത്തെ മലയാളി പിള്ളേരുടെ ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പക്ഷെ ബാക്കി ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ റീച്ച് അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാ ഭാഷക്കാരും കണ്ടു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലുണ്ടല്ലോ. ഇൻസ്റ്റയിലൊക്കെ ഇപ്പം ക്ലോസ് ക്യാപ്ഷൻസോടുകൂടിയൊക്കെ അല്ലേ ആൾക്കാർക്ക്. ഇപ്പം നമുക്ക് ഹിന്ദി ഇത് വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സ്പാനിഷ് റീലൊക്കെ കണ്ടു തുടങ്ങിയില്ലേ, എങ്ങനെയാണ് നമ്മള്. അതേപോലെ നമ്മുടേത് ഇപ്പൊ മറ്റ് ഭാഷക്കാർ രാജ്യങ്ങൾ ഇപ്പൊ ഇവരൊക്കെ വന്ന് കാണിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞു എന്നെ മേലെ വിളിക്കരുത്, നിങ്ങൾ ഈ കാണിക്കുന്ന തമാശക്ക് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ സോപ്പൊക്കെ ഇട്ട് വരാൻ സാധ്യതയുണ്ട്. ആൾക്ക് ഏത് മേഖലയാ താല്പര്യം? സൈക്കോളജിയാണ് അവളിപ്പോ എടുത്തേക്കുന്ന മെയിൻ. അത് വീട്ടിൽ 2 പേരുണ്ടല്ലോ ചികിത്സിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സൈക്കോളജിയാണ് ഇപ്പൊ മെയിൻ എടുത്തേക്കുന്നത്. പക്ഷേ ഐ തിങ്ക് ഞാൻ ഇൻസ്റ്റിൽ ചെയ്തതൊന്നുമല്ല, അല്ലാതെ തന്നെ ഷീ റീഡ്സ് വെരി വെൽ. അതുകൊണ്ട് ഇംഗ്ലീഷും സൈക്കോളജിയുമാണ് പുള്ളിക്കാരിയുടെ ഒരു ഇഷ്ടപ്പെട്ട മേഖല. അല്ലാതെ പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ സൈക്കോളജി ഇംഗ്ലീഷും പഠിക്കാൻ ഇഷ്ടമാണ്. അതിന്റെ കൂടെ ഈ കെമിസ്ട്രി ബയോളജി എന്നൊക്കെ പറഞ്ഞ സ്ഥലം എന്തിന് എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലാണ്. ശരിയാട്ടോ, ഇത് കുറെ വർഷം ശേഷം നമ്മൾ എന്തിന് ഇതൊക്കെ എന്നുള്ള എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ പർപ്പസ്. നമ്മള് വെറുതെ ചിന്തിക്കുന്നതാണ് ഇതെല്ലാം വെറുതെ എന്നുള്ളത്. ഇപ്പൊ രശ്മിയുടെ ഫൈനലായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അന്നാണ് ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുന്നതും. അത് ഓൾറെഡി നിങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്തു. ഒരുപാട് പേർക്ക് ഡിപ്രഷൻ എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റി. നെഗറ്റീവ് വേറെ വന്നെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അത് മാത്രമല്ല ഞാൻ പറഞ്ഞ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിന് ഒരു ഭയങ്കര പ്രിവിലേജ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ പണ്ട് നമുക്ക് ഡിപ്രഷൻ എന്നല്ല
മാനസികമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവന് വട്ടാണ്, ഇവന് മാനസിക പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് പറയുന്നതാണ്. ഇന്ന് കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അതാ പറഞ്ഞ, ഇത് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ്, പക്ഷെ നമുക്കത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഐഡിയ വന്നു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്ക്. പിന്നെ അടുത്തൊരു വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഐ എം മെൻ്റൽ എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ഇപ്പം മെൻ്റൽ ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ദ റിയൽ ഇഷ്യൂ ചില സമയത്ത് അറിയാതെ പോകും. ഇപ്പം എല്ലാവരും ഡിപ്രഷനാണെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ ഡിപ്രഷൻ അറിഞ്ഞ ആൾക്കാർക്ക് മറ്റവരുടെ ഡിപ്രഷൻ കണ്ടാൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരാളുടെയും കുറവായിട്ട് പറയാം, പക്ഷെ അത് വെറും സങ്കടമായിരിക്കും. യു റിയലി ഡോണ്ട് നോ ഇഫ് യു ആർ റിയലി ഡിപ്രസ്ഡ്. അത് ശരിക്കും നമ്മൾ ആ ക്ലിനിക്കലായിട്ട് നമ്മൾ പോയി നോക്കുക തന്നെ വേണം. നമുക്ക് അങ്ങനെയുള്ള സൈൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും സൈൻ ഉണ്ടാവും. അപ്പോൾ ആ സയൻസ് ഉണ്ടെന്ന് തോന്നിയാൽ ക്ലിനിക്കലായിട്ടൊരു ഹെൽപ്പ് എടുത്ത് അതുണ്ടോ ഇല്ലെന്ന് വെരിഫൈ തന്നെ വേണം. അല്ലാതെ വെറുതെ ഇതാണെന്ന് പറയരുത് എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഹെൽപ്പ് വേണ്ട ആൾക്കാരെയും നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ അവരെ ഈ രീതിയിൽ കണ്ടെന്ന് വരും. കാരണം എല്ലാവരും ഡിപ്രഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചുമ്മാ പറയണം എന്നല്ലേ പറയുള്ളൂ. അപ്പം യഥാർത്ഥത്തിലുള്ള ഒരാളെ നമ്മൾ ചിലപ്പം ഹെൽപ്പ് ചെയ്തെന്ന് വരില്ല. അവർ ശരിക്കും ആ സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ ചിലപ്പോൾ ഒരു കുറഞ്ഞ നേരം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഭാരം ഇറക്കി വയ്ക്കും. ചിലപ്പോൾ അന്ന് വൈകുന്നേരം അവർ ചെയ്യാൻ തീരുമാനിച്ച ഒരു കാര്യത്തിൽ അവർ പിന്മാറിയെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് വി ഹാവ് ടു ഹാവ് ദാറ്റ്. ആ എല്ലാവരും ഇതാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് ഇപ്പം ലക്ഷ്മി അത് ഓപ്പണായിട്ട് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് മുന്നോട്ട് വന്നു. ആൻഡ് ദ ഫസ്റ്റ് തിങ്, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളല്ലോ കൗൺസിൽ ചെയ്യണ്ടേ, നമുക്ക് അവർ പറഞ്ഞ എന്താണ് നിങ്ങൾ ആ സമയത്ത് ചെയ്തത് ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത് ഹെൽപ്പ് പറഞ്ഞാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലിനിക്കൽ ഹെൽപ്പിന് തന്നെയാണ് പറയേണ്ടത്. കാരണം വി ആർ ഗുഡ് കൗൺസിലേഴ്സ്. നമുക്ക് ഒരിക്കലും അവരുടെ അടുത്ത് ഇത് പറയാൻ പറ്റില്ല. നമുക്ക് എംപതൈസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ജേണി ഡിഫറെൻ്റ് അല്ലേ. ചിന്നയുടെ ജേണി അല്ലോ എൻ്റെ ജേണി. നമ്മൾ പോകുന്ന യാത്രകളെല്ലാം ഭയങ്കര ഡിഫറെൻ്റ്. ചുറ്റോടത്തിരിക്കുന്ന ഒരാളുടെയും സെയിം ഇഷ്യൂസ് അല്ലല്ലോ. സോ അത് നമ്മളായിട്ട് ഡയഗ്നോസ് ചെയ്ത് നമ്മളായിട്ട് അതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പഠിച്ച ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലും നമുക്ക് കൂടുതലുള്ള സമയത്ത് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഇതിനകത്ത് മെയിൻ സാധനം. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വളരെ എളുപ്പമാണല്ലോ സ്വീപ്പ് ഇറ്റ് അണ്ടർ ദ കാർപ്പറ്റ്, കുഴപ്പമില്ല എവിടേക്ക് എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കത് പറഞ്ഞാൽ നമുക്കത് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ നമുക്കിതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ സറൗണ്ടിങ്ങിൽ തന്നെയാണെങ്കിൽ മിക്കവാറും ഇത് കൂടുതലായിട്ട് കൂടുകയുള്ളൂ. ആൻഡ് ദേ വുഡൻറ്റ് വോണ്ട് ടു മൂവ്. അവർക്ക് അവിടെ അനങ്ങാൻ പോലും താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ കംഫർട്ട് സോണിൽ ഇരിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. പക്ഷേ നമ്മൾ അവരെ അവിടെ നിന്നൊന്ന് മൂവ് ചെയ്യിച്ച് അവർക്ക് വേറൊരു എക്സ്പീരിയൻസ് കൊടുത്ത് അവരെ ചിലപ്പോൾ ഒരു വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ വേറൊരു സാധനം ചെയ്യിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് മൊത്തമായി മാറുന്നില്ല, ഞാൻ പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ ചെയ്യണം. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഇത്രയും ഇത് കഴിഞ്ഞിട്ട് നാളെ രാവിലെയാണ് ഞാൻ ഫ്ലൈറ്റ് കയറി പോകുന്നത്. പക്ഷെ നാളെ വൈകുന്നേരം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് കിടന്ന് ഉറങ്ങല്ല വേണ്ടേ. ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടാവുക, ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെയാണ്, യു ഹാവ് ടു ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. അല്ലാത്ത നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായിട്ടൊക്കെ നിൽക്കുമ്പോൾ, നമ്മൾ വീട് വിട്ട് വേറൊരിടത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് വരാനുള്ള സാഹചര്യം ഭയങ്കര കൂടുതലാണ്. കാരണം അങ്ങനെ ഓപ്പണായിട്ട് എല്ലായിടത്തും പറയാൻ പറ്റില്ലല്ലോ. വി ഡോണ്ട് നോ ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് us. വി ഡോണ്ട് നോ ഹൂ ഈസ് ആക്ച്വലി ദ റിയൽ ഹെൽപ്പ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം മിഥുൻ ചേട്ടൻ്റെ ലൈഫിൽ ഒരുപാട് റോളുകൾ ചെയ്യുന്നുണ്ട്. മകനാണ്, അച്ഛനാണ്, ഭർത്താവാണ്, അതേപോലെ കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൽ ഏറ്റവും മികച്ചത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിഥുൻ ചേട്ടൻ്റെ കരിയറിൽ ഒന്നിലും അങ്ങനെ മികച്ചത് എനിക്കൊരു സ്റ്റേജ് ആയിരിക്കും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ബാക്കി എല്ലാ റോളിലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റേജ് എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് സ്റ്റേജിലാണ്. ഞാൻ കാണുന്നത് വെച്ചാൽ അതിൻ്റെ വേറൊരു വലിയ റീസണുണ്ട്. റിയാക്ഷൻ ഇസ് ഇമ്മീഡിയറ്റ്. ബാക്കി നമ്മളൊരു വീഡിയോ ഇട്ട് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് കിട്ടുമോ, ഷെയർ കിട്ടുമോ, റീച്ച് കിട്ടുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സാധനമാണ്. പക്ഷേ ഓഡിയൻസ് റിയാക്ഷൻ ഇസ് ഇമ്മീഡിയറ്റ്. ആ റിയാക്ഷനനുസരിച്ച് മാറാൻ നമുക്ക് പറ്റുമെങ്കിൽ then we are sorted. നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട്. പക്ഷെ അവിടെ എൻ്റെ കംഫർട്ടും കോൺഫിഡൻസ് ബേസും ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേജ്.
ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പം അറിയാത്തൊരു സ്ഥലത്ത് പോയാലും സ്റ്റേജിൽ ഞാൻ കംഫർട്ടബിളാണ്. എനിക്ക് ഇപ്പം മുഴുവൻ കംപ്ലീറ്റ് നിൽക്കുന്നത് എല്ലാം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ എൻ്റെ ഉള്ള ഭാഷ വെച്ച് ഞാൻ കംഫർട്ടബിളാണ്. അങ്ങനെ ഡ്രീം സ്റ്റേജ് ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്റ്റേജുകൾ ആഗ്രഹിച്ച പോലെ ഒരുപാട് സ്റ്റേജുകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഡ്രീം സ്റ്റേജ് എന്ന് പറയാനാണ് ഒരുപാടുണ്ട്. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ ഇല്ല, ബേസിക്കലി സി ഞാൻ പറഞ്ഞ നമ്മൾ ആസ്പയർ ചെയ്യുന്നത് നമ്മളൊക്കെ അവിടെ എത്തണം. ഇപ്പം നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളിൽ ഏതാണ്ട് അങ്ങനെയുള്ളതെല്ലാം ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ മറ്റേ സെലിബ്രിറ്റികളായല്ലോ ഇപ്പൊ ആങ്കേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആങ്കർ സെലിബ്രിറ്റി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മറ്റേത് ശരിക്കും നടന്മാർ തന്നെയാണല്ലോ മിക്കവാറും ഏതാണ്ട് വലിയ ഇതെല്ലാം ഹോസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഫോർ us to reach that actually you have to make it big in cinema. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഏതാണ്ടെല്ലാം ഒരുവിധം എനിക്ക് എനിക്ക് ആഗ്രഹിച്ചതും ഞാൻ വിചാരിച്ച ആൾക്കാരെ എല്ലാവരെയും എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അവരുടെ കൂടെ സ്റ്റേജ് പങ്കിടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പുതിയ കുറച്ച് ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഐ മൈറ്റ് ഹാവ് മിസ്ഡ്. ഇപ്പോൾ എനിക്ക് രൺവീർ സിംഗിൻ്റെ കൂടെ സ്റ്റേജ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ബാക്കിയില്ല ഐ മെറ്റും, പക്ഷേ എനിക്ക് സ്റ്റേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഏതാണ്ട് ഒരുവിധമുള്ള ആൾക്കാരുടെ ദീപികനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെ ഒരു ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2026 സാധിക്കും. അതാണ് കാരണം അങ്ങനെ എനർജി അസാധ്യമാണ്. ഞാൻ കുറെ നാൾ ആഗ്രഹിച്ചിട്ടുള്ള തരൂർ സാറിന്റെ കൂടെ ഒരു സ്റ്റേജ്, പക്ഷെ ഐ ഹവ് ഡൺ മോർ ദാൻ 2 or 3 സ്റ്റേജസ് വിത്ത് ഹിം. അത് ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിയുടെ ബുക്സും ഒക്കെ വായിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷ് വേറെ ലെവലിലല്ലേ പറയണം. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഒരുപാട് കലാകാരന്മാർ അല്ലെങ്കിൽ സക്സസ് ആവണം, ആഗ്രഹിച്ചൊരു സ്റ്റേജ് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പലർക്കും അതിനുള്ള അവസരങ്ങളും ചേട്ടൻ ഇപ്പം കോമഡി ഉത്സവത്തിന് ശേഷമായാലും കൊടുത്തിട്ടുണ്ട്. സോ പലർക്കും ചിലപ്പോൾ പറ്റാണ്ട് വരും, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചിട്ട് അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടും അത് പറ്റാത്ത അവസ്ഥ വരും. എന്നാൽ അവർ ഇപ്പോഴും ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും ഒരു അവസരത്തിന് വേണ്ടി. ഇത്ര സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പം ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ഷോയിലും ഇതിലുമൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കൂട്ടത്തിൽ ഒരാളായിട്ട് കൊണ്ട് നിർത്താനേ പലരെയും നമുക്ക് പറ്റുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ ഏൺഡാണ്. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് മിക്കവാറും കിട്ടുന്നതിലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ കോമഡി ഉത്സവം ചെയ്തതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഹേഷ് ഇല്ല, അശ്വന്ത് ഇല്ല, ഇവരില്ല, അടുത്ത ആരെ നമുക്ക് സിദ്ദിഖില്ല, അടുത്ത ആരെ വിളിക്കാം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ലിസ്റ്റുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സിംഗേഴ്സിൽ ഇപ്പം നമുക്ക് ടയർ 1 ടയർ 2 സിംഗേഴ്സൊക്കെ നമുക്ക് അറിയില്ല. അവരൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വേറൊരാളെ പറ്റില്ല. പക്ഷേ നമുക്ക് സപ്പോർട്ടിന് ഇപ്പം ദുബായിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോയിന് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്കൊരു സിംഗർ വേണം, നമുക്ക് വേറൊന്നുമല്ല ഒരു 4-5 വരി ഇതിൽ പാടാനുള്ളത് ഇതൊക്കെ വേണം. അപ്പോൾ എനിക്കൊരു ലിസ്റ്റ് ഓഫ് സിംഗേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊന്നും ഭയങ്കരമായിട്ട് ഇതല്ല, അവർക്കൊരു സ്റ്റേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് പലരും ഇപ്പോൾ കോമഡി ഉത്സവത്തിലുണ്ടായിരുന്നിട്ട് അവിടെ സെറ്റിലായ ഫാമിലിയായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്നൊക്കെയായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ വേറെ ജോലിയിലൊക്കെ ആയിരിക്കും. അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യം കൊടുക്കാൻ പറഞ്ഞാൽ അപ്പം അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട് എപ്പോഴും. അപ്പോൾ അവർക്കൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എപ്പോഴും. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് വേണ്ടി അങ്ങോട്ട് ചോദിച്ചൊരു സാധനം എടുക്കാൻ പലപ്പോഴും എനിക്ക് പറ്റാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ടൊരു ഷോ വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഓൾറെഡി അലൈൻഡ് ആയിരിക്കുമല്ലോ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് പലപ്പോഴും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ തുടക്കം തൊട്ടൊരു ഷോയിൻ്റെ ഇതിൽ നിൽക്കുകയാണെങ്കിൽ ആൻഡ് അഗൈൻ വി ഓൾസോ ഹാവ് ടു ലുക്ക് അറ്റ് നമ്മുടെ റവന്യൂ പാർട്ട് ഓഫ് ഇറ്റ് അല്ലേ. നമ്മളെന്തിനാ ഒരു ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുന്നതെല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കില്ലേ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് പോകുന്ന വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനകത്തൊരു ഭാഗമാക്കാനേ നമുക്ക് പലപ്പോഴും പറ്റുള്ളൂ. പക്ഷേ പലപ്പോഴും ഇവരൊക്കെ അവിടെ വരുമ്പോൾ നമ്മുടെ റേഡിയോയിൽ കൊണ്ടിരുത്തി ഒരു ലൈവ് ചെയ്യാൻ പറ്റും. അത് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉള്ള സാധനം ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരാറില്ല. സോ പലരുടെ ലൈഫ് ചിലപ്പോഴും കോളേജിന് ശേഷം ഒരുപാട് പേർക്ക് നമുക്കത് ഭയങ്കര വലിയ ഭാഗ്യമാണ്. അത് ഞാൻ ഐ നെവർ ടേക്ക് ക്രെഡിറ്റ് ഫോർ ഇറ്റ്. കാരണം അത് അതിൻ്റെ ഗ്രൂമേഴ്സ്, ഞാൻ അതാ പറഞ്ഞത്, അതിൻ്റെ ഡയറക്ടർ മിഥിലാജ്, ഗ്രൂമേഴ്സ് സതീഷും ഷിബു, പിന്നെ അതിൻ്റെ പിറകെ വർക്ക് ചെയ്തൊരു ടീമുണ്ട്. ഇപ്പോഴും നമുക്ക് കോമഡി ആമി ഉണ്ടെന്നേ. അത് വാട്ട് ദേ ആർ ഡൂയിങ് ഇസ്, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഒരിടത്തും അവരുടെ ഒരു പോസ്റ്റ് കാണൂലല്ലോ. പക്ഷേ ഇപ്പം ഞാൻ കാസർഗോഡ് ഒരു ഷോയിന് പോയി. അന്ന് ഞാൻ കാസർഗോഡുള്ളപ്പോൾ അവരെല്ലാവരും ഒരു വാൻ എടുത്ത് അവിടെ വന്ന് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കാണാൻ വേണ്ടി മാത്രമാണ്. ഞാൻ അതാ പറഞ്ഞത്, ഒരു ഫോട്ടോ പോലും അവരവരുടെ പേജിലും ഇതിലൊക്കെ പോസ്റ്റ്. പക്ഷേ
അവർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ വണ്ടിയും വെച്ചിട്ട് ഒരു മാരുതി ഓമ്നി എടുത്ത് അവിടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യണം ഇഷ്ടം പോലെ. നമ്മുടെ ഉത്സവത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കുറേ ആൾക്കാരുണ്ട്, അവർ കോർഡിനേറ്റേഴ്സാണ്. ഇപ്പോഴും ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വരണമെങ്കിൽ അവർ ഒരു ഒറ്റ കോളവേയാണ്, അവർ വരും. നമുക്കിപ്പോൾ ഒരു ആവശ്യം, ഞാൻ പറയുമ്പോൾ കൊല്ലത്തൊക്കെ ചില അവരുടെ ഗ്രൂപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ബ്ലഡ് ഡൊണേഷൻ ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഹെവി ആയിട്ട് നിൽക്കും. അതൊന്നും നേരത്തെ പറഞ്ഞു, അതൊന്നും നമ്മുടെ പേരിലേ അല്ല, ഇറ്റ് ഇസ് നോട്ട് ഇൻ മൈ നെയിം. അത് ആ ഷോയിൻ്റെ പേരിലാണ്. ആ ഷോ ഇനിയിപ്പോൾ വേറൊരാൾ ഹോസ്റ്റ് ചെയ്താലും ആ ഷോയിന് അങ്ങനെ ഒരു നന്മയുണ്ട് അതിനകത്ത്. അത് എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് ആ ഷോ എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരവിടെ വന്ന് താമസിച്ച് ഗ്രൂം ചെയ്ത് പഠിച്ച് അവരൊരു ഒരു ഗ്രൂപ്പാവും. ആ ഗ്രൂപ്പായി കഴിഞ്ഞാൽ അവരുടെ ഓഡിഷൻസ് അങ്ങനെ വരുന്നു, ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത്, കാരണം എല്ലാവരും ലൈക്ക് മൈൻഡഡ് അല്ലേ. അപ്പം അതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട് അവിടെ. അതൊരു ഭയങ്കര ഞാൻ കണ്ടിട്ടുള്ളത് കോമഡി ഉത്സവത്തിന് ഇപ്പോഴും ആ സംഭവമുണ്ട്. എൻ്റെ അതിൽ ഞാൻ അതാ പറഞ്ഞു, അതിനകത്ത് മിഥിലാജ്, സതീഷും ഷിബു എന്ന് വേണമെങ്കിൽ നമുക്ക് സുധി ഒക്കെ പറയാം. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഗ്രൂപ്പിനകത്തുള്ള മഹേഷ്, സുധിയൊക്കെ അവരതിനു വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഓൾറെഡി 6-ാം ക്ലാസ് 7-ാം ക്ലാസ് തൊട്ട് ഈ അഭിനയം എന്ന് പറയുന്നത് തലക്കുടിച്ചിരുന്ന ഒരാളാണ്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ പറയണ അഭിനയം തന്നെയാണ് ഇപ്പോഴും. ആബ്സല്യൂട്ട്ലി. നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴാണല്ലോ നമുക്ക് കാലഘട്ടത്തിൽ, ഇപ്പം സത്യം പറഞ്ഞാൽ അത് പറയുമ്പോൾ ഒരു ഇച്ചിരി വിഷമത്തോടുകൂടിയാണെങ്കിലും പറയണം. കാരണം ഞാനിപ്പം ഇത്രയും സാധനങ്ങൾ ജഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ റോള് വരുമ്പോൾ എടുക്കാൻ പറ്റണില്ല. എനിക്ക് ഇപ്പം ഇത്രയും ദിവസത്തെ റോള് വേണം. ഇപ്പം കഴിഞ്ഞ ദിവസം VKP സാറ് വിളിച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വർഷാവസാനമായിരുന്നു, എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല അത്രയും. ഇപ്പോൾ ജോസ് സാർ അടുത്ത പടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ പ്രശ്നം. അടുത്ത വർഷം അവിടെയാണ് പ്രാർത്ഥിക്കണം പടം തള്ളിപ്പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലീവില്ല, അത്രയും ലീവ് എടുത്ത് എനിക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. പിന്നെ കമ്മിറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പം പറഞ്ഞ പോലെയാണ്, നമുക്ക് സ്റ്റേജ് ഷോസ് ഉണ്ട്. നമ്മുടെ സ്റ്റേജ് ഷോക്ക് എത്ര നാൾ മുമ്പേ കമ്മിറ്റ്. ഇപ്പം എനിക്ക് അടുത്ത സെപ്റ്റംബറിൽ ചെയ്യാൻ പോകുന്ന ഒരു ഷോയിന് ഇപ്പോഴേ പറയേണ്ടി വരും, കാരണം വേറെ സ്ഥലത്താണെങ്കിൽ അതിൻ്റെ വിസ പ്രോസസ്സും ഇതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി സ്കെഡ്യൂൾഡ് ആണ്. അപ്പോൾ ആ സെപ്റ്റംബറിൽ ഒരു സിനിമ വന്നാൽ എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുറേ നഷ്ടങ്ങൾ സംഭവിക്കുന്നുമുണ്ട് ഈ സിനിമയുടെ കാര്യത്തിൽ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഐ എം ടെലിങ് യു, ഇത് എനിക്ക് അറിഞ്ഞൂടെ, ഒരു പക്ഷേ സിനിമ എന്ന് പറയുന്നതിൻ്റെ അത്രയും വലിയൊരു മേഖലയില്ലാതെ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതൊരു ലാലേട്ടൻ പറയുന്ന പോലെ അതൊരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി അല്ലേ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ സംഭവം തന്നെയാണ്. ആൻഡ് ദർ ഇസ് നോ, അത് നമ്മൾ സ്കെയിലപ്പ് ചെയ്ത രീതി, മലയാളം ഇൻഡസ്ട്രി സ്കെയിലപ്പ് ചെയ്ത രീതി പോലെ വേറെ ഒരു ഇൻഡസ്ട്രി സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അതിൽ അഭിനയിക്കാൻ പറഞ്ഞ വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു പ്രായം കഴിഞ്ഞാൽ എൻ്റെ സമയം തീർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ജോജു ചേട്ടനൊക്കെ 42-ാമത്തെ വയസ്സിലാണ് തിലകൻ സാറ് ഋതുഭേദങ്ങൾ ചെയ്യുന്നത്. ജോജു സൂപ്പർ സ്റ്റാർ ആവുന്നത് 44-ാമത്തെ വയസ്സിലോ 43-ാമത്തെ വയസ്സിലോ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനൊരു പ്രായം വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നലെയാണ് ഞാൻ ഔസേപ്പൻ്റെ ഒസിയത്ത് പടം കണ്ടത്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പം വിജയരാഘവൻ ചേട്ടന് പകരം ആരവിടെ അഭിനയിക്കും എന്ന് ആലോചിച്ചിരുന്നു ഞാൻ കുറച്ച് ദിവസത്തേക്ക്. കാരണം ഇപ്പം ഞാൻ നമ്മുടെ കിഷ്കിന്ദ കണ്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ ആരഭിനയിക്കും. ഞാൻ എക്കോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു ബ്യൂട്ടിഫുൾ കാസ്റ്റിംഗ്, ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പം വിനീതേട്ടനെയൊക്കെ അതായത് എന്തൊരു ബ്യൂട്ടിഫുൾ ക്യാരക്ടറിൽ ചെയ്തേക്കുന്നത്. ഞാൻ വിനീതേട്ടനെ ഇപ്പം കഴിഞ്ഞ ദിവസം ചെന്നൈ വെച്ച് കണ്ടപ്പോൾ ഞാൻ വിനീതേട്ട ഇറ്റ് വാസ് സോ ലോങ് വെയിറ്റഡ് കം ബാക്ക് ഫോർ യു. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ നമുക്ക് ശരിക്കും കുറവാണ്. അതുകൊണ്ട് ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ടു ആക്ടിങ്. നമ്മുടെ എനിക്ക് തോന്നുന്നു വരാൽ എന്നാണ് പടത്തിൻ്റെ പേരിൻ്റെ, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, വരാലാണോ അതോ അല്ല, അത് നമ്മുടെ മറ്റേ സീരീസിലുള്ളതാണ്, നമ്മുടെ ജയരാജൻ്റെ നവരസം സീരീസിലുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഭിനയിച്ച ആളിന് ഹി വാസ് അറൌണ്ട് 90. ആ വർഷം അവാർഡിന് വരെ നോമിനേറ്റഡ് ആയിട്ടുള്ള ആളാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് ദേ ഹാവ് എ റൺ. എല്ലാവർക്കും നമ്മൾ ഹിന്ദിയിലൊക്കെ ഇപ്പം കാണുന്ന പല ആക്ടേഴ്സും അവരുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ലൈഫിലല്ലേ അവർ ഏറ്റവും ഇതായിട്ട് വന്നത്. ജയ്ദീപ് അഹ്ലവട്ടിനെ കണ്ടില്ലേ. ആൻഡ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞ നമുക്ക് ഈ ടാലൻറ്റ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒരു ടൈമേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതുവരെ നമ്മളിപ്പം ജോജു ആണ് ഇപ്പം പറഞ്ഞ എക്സാമ്പിളാണ് പ്രൈം പറയണം. കാരണം എന്താ വെച്ചാൽ അതൊരു ഭയങ്കര വലിയ കേസ് ഇൻ പോയിന്റ് എക്സാമ്പിളാണ്. കാരണം
ഒരാൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സമയം ഉണ്ടാവും എന്നുള്ളതാണ് അവർക്ക്. പിന്നെ ആ സമയം കഴിഞ്ഞ് അവരത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതാ പറഞ്ഞ എൻട്രിങ് ഇസ് വെരി ഈസി. എക്സിസ്റ്റിംഗ് മാത്രമല്ല, അത് ഗംഭീരമായിട്ട് എക്സിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. അതിപ്പോ ഈ ഫീൽഡിലുണ്ടോ? ഇപ്പൊ ഈ പറയുന്ന ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട്. ഞാൻ ആ ആങ്കേഴ്സിൻ്റെ ഒക്കെ ഏറ്റവും വലിപ്പത്തിൽ ഐ ഹവ് ബീൻ ബിഹൈൻഡ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ റെഡ് കാർപ്പറ്റ് നിൽക്കുന്ന സ്ഥലത്ത് മെയിൻ ഹോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എനിക്ക് അതേസമയം ഞാൻ അവിടെ നിൽക്കുമ്പം റെഡ് കാർപ്പറ്റ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റും അവർ നാളെ അവിടെ എത്തേണ്ട ആൾക്കാർ തന്നെയല്ലേ. സോ ഇത് നമ്മൾ എത്രത്തോളം റെലവൻ്റ് ആണ്, നമ്മൾ എത്രത്തോളം ഇപ്പം നമ്മുടെ ഒരു ഫോട്ടോ നമ്മളൊരു ഷോ പോസ്റ്ററിൽ വച്ചാൽ അതിനൊരു 10 പേരെങ്കിലും ടിക്കറ്റ് എടുക്കണം, അല്ലെ അവർ നമ്മളെ കാണാനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളൂ. നമ്മൾ അതില്ലാത്ത കാലത്ത് നമുക്ക് വാല്യൂ ഇല്ല എന്നാണ് ഞാൻ കണക്കാക്കണേ. ഇറ്റ് വിൽ ചേഞ്ച്. എല്ലാവർക്കും അത് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ നമ്മുടെ ചുറ്റും എല്ലാം കണ്ടിട്ടുള്ളതാണ്. നമുക്കിത് റെഗുലറാണ്, ഇത് ഇനി അങ്ങോട്ട് അവസാനം വരെ ഇങ്ങനെ ഒന്നും ചിന്തിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയും ട്രൈ ചെയ്യണം. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കിത് ഇനി ട്രൈ ചെയ്യണം. ഹിഡൻ ടാലന്റ് പോലെ ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത രീതിയാണ്. ഈ നമ്മുടെ വളർന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ പഠിച്ചു വന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പുച്ഛങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മോട്ടിവേഷൻ്റെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ എനിക്കങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ചെറിയ പുച്ഛം ഉണ്ടായിരുന്നു. ശ്രീനിവാസനായിരുന്നു ഞാൻ ആ കാര്യത്തിൽ. ഇവരൊക്കെ ഇത് പറഞ്ഞിട്ട് പോകും എന്നൊക്കെയുള്ള ഇതുപോലെ ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വായിച്ചിട്ട് എന്തിന് എന്നൊക്കെയുള്ള ഇതും അത് അവൻ്റെ സാഹചര്യത്തിൽ നിന്ന് പറയാമെന്നൊക്കെ ഉള്ളത് ചിന്തിച്ചിരുന്നു. പക്ഷേ ഞാനതിൻ്റെ എഫക്ട്സ് കണ്ടത് പിന്നീടാണ്. അതായത് ഹൗ ഇറ്റ് ഹാസ് ആക്ച്വലി ചേഞ്ച് പീപ്പിൾ. അതിന് അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ ഡൊമൈൻ മാറി കഴിയുമ്പോൾ മനസ്സിലായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞ ആ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ സംഭവത്തിൽ നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന അല്ലാണ്ട് ഒരുപാട് മേഖലകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം. ആൻഡ് റിട്ടൺ വേർഡ് ഇപ്പോഴും നമ്മൾ ഒരു സാഹചര്യം വരെ നമ്മൾ ബുക്സ് നമ്മൾ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും. അത് ഞാൻ പറയണത് ഭയങ്കര വലിയ ബുക്കുകളൊന്നുമല്ല, ഫിക്ഷൻ. സിഡ്നി ഷെൽഡനും അഗത ക്രിസ്റ്റിയും ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഒരു പോലോ കോയിലോ എത്തുമ്പോഴാണ് നമ്മൾ ബുദ്ധിജീവിയായി തുടങ്ങുന്നത്. പക്ഷെ ഇത് കുറച്ചു നേരം കഴിയുമ്പം മനസ്സിലാവും ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നുള്ളത്. നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു പ്രായത്തിൽ നമുക്ക് എല്ലാത്തിനോടും ഒരു പുച്ഛം വരും. അപ്പോൾ ആ പുച്ഛത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിയുമ്പോൾ, അതായത് ആ പുച്ഛിക്കേണ്ടതല്ല, ഇതൊരു ഈസി ജോബല്ലെന്ന് മനസ്സിലായി കഴിയും. പിന്നെ യു വോണ്ട് ടു ട്രൈ ദാറ്റ്. അതാണ് പറഞ്ഞത്, റിട്ടൺ വേർഡ് ഈ പറയുന്നത് പോലെ പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്ന സാധനം ഈ പറയുന്ന ആങ്കറിങ് ഒന്നുമല്ല. അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുമില്ലെന്ന് അറിഞ്ഞുകൊണ്ടതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ് സത്യം. അത് ഞാനിപ്പോൾ തുടങ്ങിയതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ അതായത് ഞാൻ ഈ മിക്കവാറും എയർപോർട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്ത് വെച്ച് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കാണുമ്പോൾ അവരായിരിക്കും മിക്കവാറും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അതായത് നിങ്ങളിപ്പോൾ ഇതിന് വാങ്ങിക്കുന്ന സെഷൻ എത്രയാണ്, അങ്ങനെ വന്നിരുന്ന് പറയാനാണ് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ അതാണ് ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിലെ പുച്ഛപ്പെടായിരുന്നു. പക്ഷേ അത് മാറി എന്ന് പറഞ്ഞാൽ ഞാനതാ പറഞ്ഞത്, നോട്ട് എവറിബഡി വാക്സ് ദ ടോക്ക്. അതുകൊണ്ടായിരുന്നു നമുക്ക് ഇവരോടൊക്കെ വിഷമവും പുച്ഛമുള്ളത്. പക്ഷേ ആ തൽക്കാലം അത് മാറിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടതും ഇതുമൊക്കെ. ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയ ഞാൻ വളരെ വളരെ ഇതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ബട്ട് അതിന് കുറേ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ നെഗറ്റീവ് പിടിച്ച് പോകാതെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. അതിൽ റീച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഇതിന് 1000 വ്യൂസ് കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമേസിങ് അല്ലേ പോലെ. കാരണം നമ്മൾ ഇന്നലെ പോയിരുന്ന തിയേറ്ററിലെല്ലാം കൂടി 120 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ 10 തിയേറ്റർ അമൗണ്ട് സാധനം കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 1000 വ്യൂ കിട്ടുക എന്ന് പറയുന്നത്, ഒരു സിനിമയ്ക്ക് 1000 പേരിരുന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ പടത്തിന് ഓൾറെഡി നല്ല കളക്ഷനായി. ഞാൻ പറയണത് അത് കിട്ടാത്ത കാലത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി 1000 പേര് സമയം മാറ്റി വെച്ച് നമ്മളൊരു സംഭവം കണ്ടു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അപ്പം അതുകൊണ്ട് എവിടെ റീച്ച്, എന്തിന് നമുക്ക് 1 മില്യൻ്റെ കണക്ക് എന്തിന്? 1 മില്യണിൽ ഉള്ളതിനേക്കാളും ഞാൻ പറഞ്ഞ നമുക്ക് കിട്ടുന്ന റീച്ചിൽ നമ്മൾ അവർക്ക് വേണ്ടി ഏറ്റവും നല്ല കോണ്ടന്റ് കൊടുത്താൽ മതി.
ആ 10 പേര് ഉണ്ടാലും മതിയെന്നേ. ആ 10 പേരിൽ ഒരാൾ ഇമ്പാക്റ്റഡ് ആയി കഴിഞ്ഞാലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വിജയ് എന്ന് അത് പറയുന്നത്. സത്യം. ഇപ്പൊ വിധു ചേട്ടൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ വിധു ചേട്ടൻ ലൈഫിൽ പഠിച്ച് ഇതായിരിക്കണം എൻ്റെ ഇത്ര എക്സ്പീരിയൻസിൽ പഠിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ? ബേസിക്കലി ബാക്കിയുള്ളവർക്ക് ഒരുപാട് ദ്രോഹം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ലെറ്റ് ദം ബി. ഞാൻ പറഞ്ഞ യു ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളത് പറയില്ല. നമ്മൾ മറ്റേ എല്ലാവരെയും ഇത് ചെയ്യണം. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് മറ്റേ മെനക്കെട്ട് പോയി ചെന്ന് കോമഡി അടിക്കൊന്നും വേണ്ട. ഞാനതാ പറഞ്ഞു, ഞാൻ അതിന് ചിഞ്ചു പറയണത് നിങ്ങൾ മറ്റേ പീപ്പിൾ പ്ലീസർ ആണെന്നാണ്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ എല്ലാവരെയും നമ്മൾ കാരണം അങ്ങനെ ആൾക്കാരെ വിഷമിക്കരുത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട് എപ്പോഴും. അപ്പോൾ പക്ഷേ അത് എപ്പോഴും നല്ലതിനാവണം എന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന ട്രൂത്ത്സും പോളിസീസും എല്ലാം ബാക്കിയുള്ളവർക്ക് ആപ്ലിക്കബിൾ ആവണമെന്ന് ചിന്തിക്കരുത് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട്ടിൽ അത്രയേ ഉള്ളൂ. അതായത് ബി ഹാപ്പി, ബാക്കിയുള്ളവർ ഹാപ്പി ആയിട്ട് പോവുക. അതിന് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ സാക്രിഫൈസ് എന്ന് പറഞ്ഞ പോലെ കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ബട്ട് യുവർ പ്രയോറിറ്റീസ് ദാറ്റ് എങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അതെ. ഇപ്പൊ ചേട്ടൻ രണ്ടുപേരെ നന്നായിട്ട് അറിയുന്ന രണ്ടുപേരെ കുറിച്ച് ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഇതിൽ ആരാണെന്നൊന്നും പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, കാശ് ചെലവാക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയില്ലാത്ത ആരാണ്? കുടുംബത്തിലാണോ? തൻവീനെ ഒരു മടിയില്ലാത്തത് തൻവിക്കും ചിഞ്ചുനും രണ്ടുപേർക്കും ഒരു മടിയില്ല. ഒരു മടിയില്ല. കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടെ ഇതിൽ കൊണ്ടുപോയപ്പം പറഞ്ഞു, അപ്പം ഞാൻ കാർഡ് എടുത്ത് കൊടുത്തു, എന്തെങ്കിലും ആവശ്യം വരെയാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഇതിൽ എത്രയും കൂടി ബാക്കി ഉണ്ടാവും എന്ന് ചോദിച്ച ആൾക്കാരാണ് അവർ. അപ്പം അതുകൊണ്ട് എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ എനിക്കൊരു ഷർട്ട് വാങ്ങിച്ചു. മാക്സിമം ഇപ്പുറത്തെ സോപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ രണ്ടുപേർക്ക് ഷോപ്പിംഗ് പരിപാടി അവർക്ക് അതിലാണ് ആരോ കൈവശം കൊടുത്തേക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇല്ല, അവർ രണ്ടുപേരും അതാ പറഞ്ഞ ഞാൻ പറഞ്ഞ അവരുടെ ബോണ്ടിങ് ടൈം അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരൊറ്റ കാര്യത്തിൽ അവർ ഭയങ്കര കണക്ഷൻ ആയിരിക്കും. എല്ലാ കാര്യത്തിലും അവർ കണക്റ്റഡ് ആണ്. ഓക്കെ, കൂട്ടത്തിലെ കോണ്ടന്റ് കിങ് ലക്ഷ്മി ഡെഫിനറ്റ്ലി 100%. ഞാൻ പറയണമെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഗേജ് ചെയ്യണതിനേക്കാളും നന്നായിട്ട് ഓഡിയൻസ് ഗേജ് പുള്ളിക്കാരിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എസ്പെഷ്യലി കൺസേണിങ് സോഷ്യൽ മീഡിയ. ഞാൻ വലിയ കാര്യമായിട്ട് പറഞ്ഞ ചില സാധനങ്ങളൊന്നും ക്ലിക്ക് ആവാണ്ട് പോകാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്, നമ്മൾ ഈ ചളി വേണ്ട എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റും ഭയങ്കര സക്സസ്ഫുള്ളും ഈ പറഞ്ഞ പോലെ വ്യൂ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഷീ നോസ് ഇറ്റ് ബെറ്റർ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഓഡിയൻസ് ഗേജ് കുറച്ചുകൂടി നല്ലത് ലക്ഷ്മിയുടെയാണ്. ഇപ്പം കരിയറിലായാലും ഇപ്പം ലൈഫിലായാലും ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാണ്. ഒരു പ്രേക്ഷകരിൽ ഒരു സപ്പോർട്ട് ഉണ്ട് വിപിൻ ചേട്ടന്. കാരണം എപ്പോഴും എന്തിട്ടാലും ഒരു സ്നേഹമുണ്ട്. ഇപ്പം ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്തായാലും ആളുകളുടെ ഒരുപാട് സ്നേഹം നമ്മൾ കണ്ടു. പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നെ കാണാനൊക്കെ ആൾക്കാർ, എനിക്ക് പലയിടത്തു നിന്നുള്ള നേർച്ച വന്നിട്ടുണ്ട്. എനിക്ക് നമ്മൾ വളരെ തമാശയായിട്ടൊക്കെ കളിയാക്കിയിരുന്ന ചില നേർച്ചകളൊക്കെ ഉണ്ടല്ലോ, നേർച്ചയല്ല ഞാൻ പറഞ്ഞ ചില വിശ്വാസങ്ങളുണ്ടല്ലോ, അവർ പോലും എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കത് ഓപ്പണായിട്ട് പറയുന്നത് മോശമായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ അവർ പോലും എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞ ഷോ ബിസിനസ് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രിവിലേജാണ് നമ്മുടെ ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഇഷ്ടം എപ്പോഴും ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് ഷോകളോ ആഗ്രഹം പോലുള്ള പല സ്റ്റേജുകളും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയങ്കര രസമുള്ള ഇന്റർവ്യൂ, നല്ല രസമായിട്ട് സംസാരിച്ചിട്ട്. താങ്ക് യു സോ മച്ച്.